ഹായ് എവ്രിവൺ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET PG 2024 പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില തീയതികളും അതോടൊപ്പം തന്നെ 2024 CUET PG എക്സാമിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളുമാണ് ഈ സെഷനിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട തീയതികൾ, ഡേറ്റ്സ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഡേറ്റ്സ് നോക്കാം. അതിനുശേഷം പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതായിരിക്കും. സോ ഓൺലൈനായി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന തീയതികൾ എന്ന് പറയുന്നത് 2023 ഡിസംബർ 26 മുതൽ 2024 ജനുവരി 24 വരെ ആയിരിക്കും. അതിനുശേഷം കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 27 ജാനുവരി 2024 മുതൽ 29 ജാനുവരി 2024 വരെയാണ്. സോ നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന തീയതികൾ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം 2024 മാർച്ച് 4-ന് അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ നമുക്ക് ലഭിക്കും. അതായത് നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏത് സിറ്റിയിലാണ് എന്നുള്ളത് ഈ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷനിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനുശേഷം 2024 മാർച്ച് 7-ന് നിങ്ങൾക്ക് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡ്സ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത് 11 മാർച്ച് 2024 മുതൽ 28 മാർച്ച് 2024 വരെയാണ്. അപ്പോൾ 2024 മാർച്ച് 11 മുതൽ 28 വരെയാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യപ്പെടുക. അതിനുശേഷം ആൻസർ കീ ചലഞ്ചസ് 2024 ഏപ്രിൽ 4-ന് നടക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ കൃത്യമായിട്ട് അവർ തന്നിരിക്കുന്ന മറ്റൊരു ഇൻഫർമേഷൻ ഇതിൻ്റെ ഡ്യൂറേഷൻ ആണ്. അതായത് ഈ പരീക്ഷ എത്ര സമയം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ലഭിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറും 45 മിനിറ്റും അല്ലെങ്കിൽ 105 മിനിറ്റാണ് ഈ പരീക്ഷയ്ക്കായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇതിലേക്ക് നമ്മൾ പിന്നീട് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് തിരിച്ചു വരുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു പെർട്ടിക്കുലർ നോട്ടിഫിക്കേഷനിൽ തന്നെ കൃത്യമായ വെബ്സൈറ്റും അവർ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട എക്സാം റിലേറ്റഡ് ആയിട്ട് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ അത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്സ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ആപ്ലിക്കേഷൻ ഡേറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2024 ജനുവരി 24 ആണെന്ന് ഓർക്കുക. പരീക്ഷ നടക്കുന്ന തീയതികൾ 2024 മാർച്ച് 11 മുതൽ മാർച്ച് 28 വരെ ആയിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ CUET PG 2024 പരീക്ഷയുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഒന്ന് പരിശോധിക്കാം. അതിനകത്ത് കൃത്യമായിട്ട് ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സ്ട്രക്ചറുമായിട്ട് അല്ലെങ്കിൽ എക്സാമിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. CUET PG 2024 പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. സോ നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ കുറിച്ചൊക്കെ പരാമർശിച്ച സമയത്ത് നോട്ടിഫിക്കേഷൻ നമ്മൾ സ്ക്രീനിൽ ഷെയർ ചെയ്തിരുന്നു. സോ അവിടെ തന്നെ കൃത്യമായി ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് അറിയാനായിട്ട് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. സോ ആ വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാമിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടാനായിട്ട് അത് വളരെയധികം നിങ്ങൾക്ക് സഹായകരമായിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ കൃത്യമായി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, എസ്പെഷ്യലി വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പരിശോധിക്കാം. സോ നിങ്ങളൊരു ജനറൽ കാറ്റഗറി ബിലോങ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1200 രൂപയായിരിക്കും. ഈ 1200 രൂപ ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾ അടയ്ക്കുന്നതിലൂടെ 2 ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഈ 2 പേപ്പേഴ്സിന് അപ്പുറത്തേക്ക് അഡീഷണൽ ആയി ടെസ്റ്റ് പേപ്പേഴ്സ് ഏതെങ്കിലുമൊക്കെ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോ ടെസ്റ്റ് പേപ്പറിനും, അങ്ങനെ നിങ്ങൾ അഡീഷണലി എഴുതാൻ ഉദ്ദേശിക്കുന്ന ഓരോ പേപ്പറിനും 600 രൂപ എക്സ്ട്രാ പേ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അഡീഷണൽ പേപ്പേഴ്സും എഴുതാനായിട്ട് സാധിക്കും. ജനറൽ കാറ്റഗറിയുടെ ഫീസാണ് നമ്മൾ പറഞ്ഞത്. അല്ല മറ്റേതെങ്കിലും കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അഡീഷണൽ ടെസ്റ്റ് പേപ്പേഴ്സ് അഡീഷണൽ ഫീ നിങ്ങൾക്ക് പേ ചെയ്തുകൊണ്ട് എഴുതാമെന്ന് പറയുമ്പോൾ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ 2ാമത്തെ ഇൻസ്ട്രക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നീട് നമ്മൾ ഈ എക്സാമിൻ്റെ സ്ട്രക്ചർ പരിശോധിക്കുമ്പോഴും ഇതേ കാര്യം നമ്മളവിടെ കാണുന്നതായിരിക്കും. ആൻ ആപ്ലിക്കൻറ്റ് കെൻ അപ്ലൈ അപ് ടു 4 ടെസ്റ്റ് പേപ്പേഴ്സ്. അതായത്
അഡീഷണൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ഫീസ് കൊടുത്ത് നമുക്ക് എക്സ്ട്രാ പേപ്പേഴ്സ് എഴുതാമെന്ന് പറയുമ്പോഴും ടോട്ടലായിട്ട് ഒരു കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ ആപ്ലിക്കൻറ്റിന് എഴുതാൻ കഴിയുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നതിൻ്റെ എണ്ണം 4 ആയിരിക്കും. സോ മാക്സിമം 4 ടെസ്റ്റ് പേപ്പേഴ്സാണ് ഒരാൾക്ക് എഴുതാനായിട്ട് സാധിക്കുക. സോ ഫീ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്കുണ്ട്, അത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേപ്പേഴ്സ് എഴുതാം. അഡീഷണലി വേറെ ഏതെങ്കിലുമൊക്കെ പേപ്പർ എഴുതാൻ താല്പര്യമുള്ള ആളുകൾക്ക് അഡീഷണൽ ആയിട്ട് ഓരോ പേപ്പറിനും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഫീസ് അടച്ചു കഴിഞ്ഞാൽ അഡീഷണൽ ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ടോട്ടൽ 4 ടെസ്റ്റ് പേപ്പേഴ്സാണ് ഒരു ആപ്ലിക്കൻറ്റിന് അല്ലെങ്കിൽ കാൻഡിഡേറ്റിന് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി വളരെ സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിൻ്റെ സ്ട്രക്ചറുമായിട്ട്, എക്സാം സ്ട്രക്ചറുമായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അവിടെ തന്നെ നമുക്ക് അതിൻ്റെ എക്സാമിൻ്റെ ഒരു മോഡും അതുപോലെ മീഡിയം ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. മോഡ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. CBT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മോഡിലാണ് CUET PG എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാൽ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട്, ചില പേപ്പേഴ്സിന് എക്സെപ്ഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് അവിടെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചറാണ്. സോ ഇവിടെ സിഗ്നിഫിക്കൻ്റ്ലി വരുന്നൊരു കാര്യം, നമ്മൾ ഓൾറെഡി പരാമർശിച്ചൊരു കാര്യം ഇവിടെയും എടുത്തു പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ക്യാൻ ചൂസ് മാക്സിമം ഓഫ് 4 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്സ്. ഇപ്പോൾ ഒരാൾക്ക് മാക്സിമം എഴുതാനായിട്ട് സാധിക്കുന്ന 4 പേപ്പേഴ്സാണ് നമ്മൾ മുമ്പേയും പറഞ്ഞിരുന്നു. വളരെ സിഗ്നിഫിക്കൻ്റ്ലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദെയർ വുഡ് ബി നോ ജനറൽ ടെസ്റ്റ് വിത്ത് ഈച്ച് പേപ്പർ. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് നടന്ന CUET പരീക്ഷയിൽ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ചാൽ 2 പാർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ആദ്യത്തെ പാർട്ട് എയിൽ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് 25ഓളം ചോദ്യങ്ങൾ ആ രീതിയിൽ നമ്മളോട് ചോദിച്ചിരുന്നു. പിന്നീട് വരുന്ന പാർട്ട് B എന്ന് പറയുന്നത് നമ്മളുടെ സബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്ന 75 ചോദ്യങ്ങൾ. ഇതായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ അതിലൊരു ചേഞ്ച് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജനറൽ ടെസ്റ്റ് ഓരോ പേപ്പറിനോട് കൂടിയും ഈ പാർട്ട് എ അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ഭാഗം ഇത്തവണത്തെ പരീക്ഷയിൽ ഉണ്ടായിരിക്കില്ല. മറിച്ച് നിങ്ങളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട 75 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിൽ ഉണ്ടാവുക. ഈ 75 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് 105 മിനിറ്റ് അഥവാ 1 മണിക്കൂറും 45 മിനിറ്റുമാണ്. മാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ റൈറ്റ് ആൻസറിനും നിങ്ങൾക്ക് 4 മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഉത്തരങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ തെറ്റായ റോങ് ആൻസറിനും ഓരോ മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. സിഗ്നിഫിക്കൻ്റ്ലി ഇവിടെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരിക്കില്ല. പാർട്ട് എ എന്ന് പറഞ്ഞാൽ 25 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കില്ല. മുഴുവൻ ചോദ്യങ്ങളുടെ എണ്ണം 75 ആണ്. ആ 75 ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഡൊമെയിനുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. സമയവും കൃത്യമായി നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, ആപ്പിൾബി അക്കാഡമി CUET PG എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്സിൻ്റെ കോച്ചിങ് ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും CUET PG എക്കണോമിക്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആപ്പിൾബി അക്കാഡമിയുടെ കോച്ചിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഫ്രീ റിസോഴ്സസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ എക്കണോമിക്സ് സബ്ജക്റ്റിന് CUET PG എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കോച്ചിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ കാണുന്ന ആളുകൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്കണോമിക്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സബ്ജക്ട് കോഡ് സിഗ്നിഫിക്കൻ്റ് ആണ്. അത് നിങ്ങൾ നോക്കി വെക്കണം. സോ എക്കണോമിക്സിൻ്റെ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് COQP10. അതാണ് ഇതിൻ്റെ, അല്ലെങ്കിൽ P10 അതാണ് അതിൻ്റെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൃത്യമായി ഈ ഒരു പെർട്ടിക്കുലർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെസ്റ്റുകളുടെ കോഡ്സ് നിങ്ങൾക്ക് നമ്മൾ ഈ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ എക്സാമിനേഷൻ സ്കീം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അത് കൃത്യമായിട്ടൊരു ടേബിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോഡും അതുപോലെ തന്നെ ഇത് സബ്ജക്റ്റ് ആണെന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ വളരെ സിഗ്നിഫിക്കൻ്റ് ആയി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിനെ കുറിച്ചുമാണ് ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾസോ കോഴ്സിനെ കുറിച്ചും നമ്മൾ പരാമർശിച്ചിരുന്നു. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസോ അല്ലെങ്കിൽ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനോ ആക്സസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
you can call to the number that is given in the description box. So that's it in this session. So thanks for watching and happy learning.